ഹായ് ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിലുള്ള ഗാർഡൻ നിങ്ങൾക്കൊന്ന് കാണിക്കാൻ വേണ്ടിയാട്ടോ. അപ്പോൾ എന്തായാലും അതൊന്ന് വൃത്തിയാക്കുന്ന പരിപാടിയൊക്കെ ആയിരുന്നു. എന്നാലും നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഗായ്സ്, ഇതെൻ്റെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗമാണ്. ഇവിടെയൊക്കെ ഇഷ്ടം പോലെ ചെടി ഞാൻ വലിച്ച് വാരി നട്ടിട്ടുണ്ട്. പച്ചക്കറി ചെയ്യുന്നോ ചെടി ചെയ്യുന്നോ ഒന്നുമില്ലാതെ എല്ലാം വലിച്ച് പറങ്ങി ഞാൻ നട്ടിട്ടുണ്ട്. കുറേയൊക്കെ പൂനിപ്പോണ്ട്, കുറേയൊക്കെ വാടിപ്പോയി. ഇഷ്ടം പോലെ ഇവിടെ അത്ര അതേ ഉള്ളൂ. നിങ്ങൾക്കത് ഓരോന്നിട്ട് പരിചയപ്പെടുത്തണമെങ്കിൽ കൊതു കേട്ടോ ഗൈസ്. ഗൈസ് ദാണ്ടെ ഇതൊക്കെയാണ് എൻ്റെ വീട്ടിലെ കുറച്ച് ചെടികൾ. കുറച്ചേ ഉള്ളൂ, ഇതെല്ലാം ഇനി വെക്കാണ്ട്. ഈ ഇടയ്ക്ക് എല്ലാം വെച്ചതേ ഉള്ളൂ. അപ്പോൾ എല്ലാം കിളിച്ച് വരുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഓരോന്നായിട്ട് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അപ്പം നല്ല വെറൈറ്റി ചെടികളും ഉണ്ട്, അല്ലാത്ത ചെടികളൊക്കെ ഉണ്ട്. പരിചയപ്പെടുത്താം. അപ്പോൾ ഗൈസ് ദാണ്ടെ ഫസ്റ്റ് തന്നെ വഴുതനങ്ങ കാണിച്ചിടാം കേട്ടോ. ഇതൊക്കെ ഗാർഡൻ ആണെന്ന് പറയുന്നുണ്ട്. എല്ലാം ഉണ്ട്, ചെടിയും ഉണ്ട്, പച്ചക്കറിയും ഉണ്ട്, എല്ലാം കൂടെ മിക്സ്ഡ് ആയിട്ടാണ് ഞാൻ നട്ടേക്കുന്നത് കേട്ടോ ഗൈസ്. എല്ലാം ഈ പിരിച്ച് നമ്മുടെ സമയമായിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ വഴുതനങ്ങയാണ്. അത് ഈ കാണുന്നത് മുഴുവൻ വഴുതനങ്ങയുടെ വിത്താട്ടോ. ഞാൻ കൂടുതൽ നട്ടിട്ടുള്ളത് വഴുതനങ്ങയുടെ. ഇതെല്ലാം ഞാൻ വിത്തിട്ടിട്ട് ഞാൻ തന്നെ വളർത്തിയെടുക്കുന്നതാണ് ഈ വഴുതനങ്ങയെല്ലാം. കടയിൽ നിന്ന് മേടിക്കത്തില്ല. വഴുതനങ്ങയുടെ കടയിൽ വഴുതനങ്ങ എടുക്കും, അന്ന് അതിൻ്റെ അടുത്ത് ഉണക്കി വിത്തെടുത്തിട്ടാണ് ഞാൻ വിത്ത് നടുന്നത്. അപ്പം അങ്ങനെ കിളിച്ചു തന്നെയാണ് കേട്ടോ. അടുത്ത മുളകാണ്. അപ്പോൾ ഈ മുളകായിട്ട് പട്ട് പോകാറായിട്ടൊക്കെ നിൽക്കുന്നതാണ് കേട്ടോ. എല്ലയൊക്കെ വിളിച്ചിട്ട് വാടി എന്തെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ കുഴപ്പമില്ല. പക്ഷേ ഇതിൻ്റെ അകത്ത് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് വാലിക്കും ആ വാലിച്ചത്തിന് നമുക്കൊരു ചെടിച്ചട്ടിയുമായിട്ട് നല്ല പൂവൊക്കെ പിടിക്കും കേട്ടോ. അതിൻ്റെ പൂ പിടിക്കണം നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. പിന്നെ ആ കാണുന്നതും വഴുതനങ്ങയുടെ വിത്താണ്. നന്നായിട്ട് ഇങ്ങനെ മഴ വരുമ്പോഴത്തേക്കും അതിൽ ഒടിഞ്ഞു പോയ കേട്ടത്. നന്നായിട്ട് മഴ വരുമ്പോഴത്തേക്കും എല്ലാം ഒന്ന് വാടിപ്പോയതാണ്. പിന്നെ ആ കാണുന്നത് നമ്മുടെ വെണ്ടയ്ക്കാണ്. നിങ്ങൾ വിചാരിക്കും ഈ പച്ചക്കറി എന്തിനാ ചെടി നട്ടേക്കുന്നതെന്ന്. ഞാൻ നട്ട് കൊടുത്ത് ഇലതെല്ലാം ഞാൻ വിത്തിട്ട് കൊടുത്തിട്ട് അത് കിളിച്ച് വന്നിട്ടുള്ളതാണ്. ഇനി അതിന് തറയിൽ നട്ട് കൊടുക്കും. 2 ഇലയൊക്കെ വന്നിട്ട് നമ്മൾ നട്ട് കൊടുക്കാറ് കേട്ടോ. പിന്നെ ആ കാണുന്നത് ഞാൻ നമ്മുടെ വഴുതനങ്ങയാണ് കണ്ടോ. നല്ല ലീക്കും എല്ലാ ഇല ഇപ്പോൾ ഉണ്ട്. ഇത് വിത്തിട്ട് തന്നെ കിളിച്ചുണ്ട്. ഇതുപോലെ വിത്തിട്ടിട്ടാണ് ഞാൻ കിളിച്ചെടുത്തതാണ്. അത് പിന്നെ നമ്മുടെ വെള്ളത്തിൽ ഇട്ട് വളർത്തുന്ന ഒരു ചെടിയാണ്. അപ്പോൾ ഗൈസ് ഇതെന്ന് പറയുന്നത് ഇതൊരു വെറൈറ്റി ചെടിയാണ്. നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. നല്ല രസമാണ് കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് വീട്ടിനകത്തൊക്കെ വെച്ച് കൊടുക്കാം. ഇതിൻ്റെ കിഴങ്ങുണ്ട്, അത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഗൈസ് കണ്ടതാണ് ഇതിൻ്റെ കിഴങ്ങ് ഉണ്ടോ നോക്കട്ടെ ഗൈസ്. ഇവിടെ അടുത്ത് എൻ്റെ ഒരു കൂട്ടുകാരനോടുണ്ട് കളിക്കാൻ. ഇവിടെ കളിക്കാനൊക്കെ വരുന്നൊരു കൊച്ചാണ്. പിന്നെ ആ കാണുന്നത് വേറെ ഒരു നമ്മുടെ 4 മണി വിഭാഗത്തിൽ പെടുന്നതാണ്. അതൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ഫോട്ടോ 10 മണിക്ക് വേണ്ടി 4 മണിക്കൊക്കെ വിരിയുന്നതാണ്. പിന്നെ ഈ കാണുന്നത് നമ്മുടെ വേറെ ഇതിൻ്റെ തന്നെ ഇനത്തിൽപ്പെട്ടൊരു വലിയ ചെടിയാണ് കേട്ടോ. ഇതിൻ്റെ വേറെ ഒരെണ്ണം ഞാൻ കാണിച്ചു തരാം, വഴി കാണിച്ചു തരാം. പിന്നെ ഈ കാണുന്നത് നമ്മുടെ റോസയാണ്. കണ്ടേ ഈ റോസയില്ലേ, ഈ റോസയിൽ നിന്ന് ഞാൻ വെട്ടി മാറ്റി, ഈ പനിനീർ റോസയിൽ നിന്ന് വെട്ടി മാറ്റിയിട്ട് കിളിപ്പിച്ചെടുത്തതാണ് ഈ റോസ. പൊട്ടിക്കിളിച്ച് വരുന്നുണ്ട് കേട്ടോ. ഇതൊരു ചീരയുടെ വിത്താണ്. ഇങ്ങനെ ഒന്നും എനിക്ക് കാണുമ്പോൾ ഒരു ചീരയുടെ പച്ച ചീരയുടെയാണ്. പിന്നെ ഈ കാണുന്ന നമ്മുടെ വഴുതനങ്ങയുടെ വിത്താണ് കേട്ടോ. ഇതെല്ലാം ഞാൻ വിത്തിട്ട് കൊടുത്ത് അത് കിളിപ്പിച്ച് വന്നാണ്. ഇതേ സ്റ്റേജിൽ നിന്നിട്ടാണ് പിന്നെ ഇത് കണക്കാവും. പിന്നെ അതുപോലെയൊക്കെ ആയിട്ട് വളർന്നു വരുന്നതാണ്. പിന്നെ ഇതും അത് തന്നെ വഴുതനങ്ങ തന്നെയാണ്. ഞാൻ പറഞ്ഞത് ഇത് തന്നെയാണ്. ഒരു കപ്പയ്ക്ക് എതി കിളിച്ചു വന്നത് ഞാൻ കണ്ടില്ലായിരുന്നു, ഇപ്പോഴാണ് കണ്ടത്. ഇത് നമ്മുടെ ഈ വെള്ളത്തിലൊക്കെ ഇട്ട് വയ്ക്കുന്ന ഒരു ചെടിയാണ്. വെള്ളത്തിൽ നമ്മുടെ ഈ വീട്ടിനകത്തുള്ള ഇന്ത്യയിലൊക്കെ ചെയ്യുമ്പോൾ ഇട്ട് കൊടുക്കാൻ നല്ലതാണ്. പിന്നെ ഈ കാണുന്നതും പയറാണ്. ഈ പയർ ഞാൻ തന്നെ വിത്തിട്ട് അത് കിളിപ്പിച്ചെടുക്കുന്നത്. ഇതെല്ലാം എന്തെങ്കിലും മാറ്റണം. ചട്ടിയിലിട്ട് കൊടുത്ത് വിത്തിട്ടിട്ട് പിന്നെ ഇതിന് മാറ്റും. പടത്താറായിട്ടുണ്ട്, അപ്പോൾ അതൊക്കെ മാറ്റണം. പിന്നെ കഴിഞ്ഞ് നമുക്ക് ഇങ്ങോട്ട് വരാം. ഈ കാണുന്ന ചെമ്പരത്തിയാണ്, അടുക്ക് ചെമ്പരത്തിയാണ്. ഇത് ഒരു തവണ പൂ വിട്ടു, പിന്നെ പിടിച്ചില്ല. പിന്നെ ഇനി പിടിക്കത്തേ ഉള്ളായിരിക്കും. പിന്നെ ഈ ലേഡീസിനത് മുട്ടൊക്കെ വന്നിട്ടുള്ള വിരിയപ്പോൾ കാണിച്ചു തരാമേ. പിന്നെ ഇതൊരു വെറൈറ്റി ആണ്. പൊട്ടി കളിയും കേട്ടോ. എത്ര വേണം നമ്മൾ പൊട്ടി കളിയാണ്. നല്ല രസമാണ്. ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഇത് കാണും. ചുരുക്കം പറ്റില്ല, കൊറോണ സമയത്തൊക്കെ ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഇത് കാണും കേട്ടോ. ഇത് ഇങ്ങനെ വെച്ചാൽ ഇത് പൊട്ടിക്കളിക്കും. പിന്നെ കാണുന്നതാണ് നമ്മുടെ പാലപ്പൂവിൻ്റെ അങ്ങനത്തെ വേറൊരു പൂവാണ്. ഇതൊരു വേറൊരു വെർഷനാണ്. എനിക്ക് കറക്റ്റ് പേര് അറിഞ്ഞൂടാ. പക്ഷെ അപ്പുറത്ത് വീട്ടിൽ നിന്നപ്പോൾ ഞാൻ ഇത് കണ്ടത് അടുക്ക് റോസ, ചെറിയ അടുക്ക് റോസയാണ്. പക്ഷേ ഇത് കുറേ ദിവസം നിൽക്കും. ഇത് നമ്മുടെ പനിനീർ റോസയാണ്. ഇതിൻ്റെ ഒരു എണ്ണം ഫോട്ടോ ഇട്ടാനായിട്ട് ഞാൻ പൂ പിടിച്ചപ്പോഴത്തേ ഞാൻ ഫോട്ടോ ഇട്ടായിരുന്നു. പനിനീർ റോസ് നല്ല ചെറിയ റോസ് കളറാണ്, പക്ഷെ നല്ല ഇതിലുള്ളതാണ്. 2 ദിവസം നിൽക്കും, അത് കഴിഞ്ഞ് ഇത് വാടിപ്പോവും. പിന്നെ ഈ കാണുന്നത് ഇതൊക്കെ തന്നെ ഇതാണ് കേട്ടോ, തണ്ടാണ്. അല്ലെങ്കിൽ ഇതുകൂടെ വലുതായിട്ട് കമ്പ് ഇതുപോലെ കറുത്തിൽ വരും. നമുക്കത് പീസിൽ അതുപോലെ നട്ടു കൊടുക്കാം. പിന്നെ ഇത് മുളകാണ്. ഇത് കുറേ മുളക് ഉണ്ടായിരുന്നുണ്ട്. അതെല്ലാം വെട്ടി ഇതെല്ലാം കറിക്കായിട്ട് എടുത്തുകൊണ്ട് പോകുന്ന മുളകെല്ലാം ഇനി ഒരെണ്ണം മാത്രമേ ഉള്ളൂ. അത് വലുതായിട്ട് മിച്ചം വെച്ചു. ഇതാണ്ട് ഇഞ്ചിയാണ് കേട്ടോ ഗൈസ്. ഇഞ്ചി പറഞ്ഞപ്പോൾ ഇത് ഞാൻ പറയാൻ മറന്നു. ഇത് വേറൊന്നുമല്ല, ഇങ്ങോട്ട് തന്നെ കാണിച്ചാൽ ഇതാണ് നമ്മുടെ സ്പ്രിംഗ് ഓണിയൻ എന്ന് പറയും. നമ്മുടെ ചെറിയ ഉള്ളി ഉണ്ടല്ലോ, ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഞാൻ കൃഷി ചെയ്തേക്കുന്ന എണ്ണ. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മുടെ ജമന്തിയുടെ വിഭാഗത്തിൽ പെടുന്ന വേറൊരെണ്ണമാണ്. ഇത് ഓണം ആകുമ്പോഴത്തെ ഇഷ്ടം പോലെ പിടിക്കും. അല്ലാത്തപ്പോൾ എല്ലാം ഇങ്ങനെ നിൽക്കും. അവിടെ ഒരു മുട്ട പോലും ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഓണമൊക്കെ ആകുമ്പോൾ നമ്മൾ കാണിച്ചു തരുന്നത് ഇഷ്ടം പോലെ പിടിക്കും.
ഇത് നമ്മുടെ വീട്ടിനകത്തൊക്കെ നമ്മുടെ മണ്ടയിലൊക്കെ എന്താണ് കെട്ടി തൂക്കിയിട്ട് വളർത്തുന്ന ചെടിയാണ്. പക്ഷേ അത് ഇപ്പം ഞാൻ ഇങ്ങനെ നട്ടേക്കുന്ന കാര്യം, പണ്ട് ഒരു ദിവസം ഞാൻ അങ്ങനെ നട്ടപ്പോഴത്തേക്കും അതിനകത്ത് പാമ്പൊക്കെ കയറിയിരിക്കുമെന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ അങ്ങനെ നട്ടിട്ടില്ല. ഇങ്ങനെ നട്ടിട്ടുള്ളൂ. ഇഷ്ടംപോലെ പിടിക്കുമ്പോൾ എത്ര വെട്ടിക്കളഞ്ഞാൽ അത്രത്തോളം പിടിക്കും. ഓക്കെ, പിന്നെ അതാ ഈ കാണുന്നതാണ് ഇതിൻ്റെ ഒരു കണക്കത് വേറൊരു ഇന്ത്യയിലുള്ള ചെയ്യുന്ന ഒരു വർക്കാണ്. നമ്മുടെ വീട്ടിലൊക്കെ നമുക്ക് വയ്ക്കാം. ഇത് വെയിൽ കൊണ്ടാൽ പല നിറമായിട്ട് പോകുന്നത് ഇങ്ങനെയൊക്കെ ആയിപ്പോവും. പക്ഷേ വെയിൽ കൊള്ളാതിട്ടേക്കാണെങ്കിൽ നന്നായിട്ട് നല്ല കളർ വരുന്നുണ്ട്. ഈ കളറാണ് അതിൻ്റെ യഥാർത്ഥ കളർ. ഇത് വെയിൽ കൊള്ളത്തുകൊണ്ടാണ്. അപ്പോൾ വെയിൽ കൊള്ളുമ്പോൾ ആണെങ്കിൽ ലൈറ്റ് പച്ചയായിട്ടും മഞ്ഞയായിട്ടൊക്കെ മാറിപ്പോവും. പിന്നെ ഈ കാണുന്നതാണ് നമ്മുടെ 4 മണിയാകുമ്പോൾ ഇത് വിരിയും. പക്ഷേ ഇതിന് മുട്ടൊന്നും ഇല്ല. പണ്ടിത് വിരിയുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കറുത്ത കുരുമുളകത്തെ വിത്തുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ പാകി കൊടുത്തിട്ട് ഇതാക്കി എടുത്തിട്ടുള്ളതാണ് ഇത്രയും. ഇനി അത് പൂ പിടിക്കുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് അപ്പോഴത്തെ എൻ്റെ ഫ്രണ്ടിലത്തെ ഗാർഡൻ എന്ന് പറയുന്നത്. ഞാൻ ബാക്കിൽ കാണിച്ചില്ലായിരുന്നല്ലോ, ബാക്കിലും കൂടെ കാണിക്കാം. ഇതാണ് ഫ്രണ്ട് മുഴുവൻ. ഇതാണ് ചെടികളും പച്ചക്കറികളും എല്ലാം. ഇതിൽ നിന്നൊക്കെ ഇനി വിത്തുകളൊക്കെ ഒന്ന് മാറ്റി ബാക്കിലോട്ട് നട്ടു കൊടുക്കണം. അതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ പരിപാടി. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കിലോട്ട് പോകാം. എന്തുള്ള വീഡിയോ ഉണ്ടോ. പച്ചക്കറിയായിട്ടുള്ള നമ്മുടെ പാവയ്ക്കേനെ ഇവിടെ പടർത്തി, പാവയ്ക്ക, വെള്ളരിക്ക അതിനെയൊക്കെ നമ്മളിവിടെ പടർത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. നമ്മൾ ബാക്കിൽ എന്തൊക്കെയാണ് വെച്ചാൽ കണ്ടോളൂ. അപ്പോൾ നമ്മുടെ ചെടിച്ചട്ടി ഇരുന്ന് നമ്മുടെ വഴുതനങ്ങനെ നമ്മളെടുത്തിട്ട് ഇവിടെ കൊണ്ട് തറയിൽ വെച്ച് കൊടുത്തിട്ടോ. ബാക്കിലത്തെ ചെടികൾ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ചെടി മാത്രമേ ഉള്ളൂ ബാക്കിൽ. പിന്നെ നമ്മുടെ ചാമ്പയ്ക്ക ഉണ്ട്. പിന്നെ ഇവിടെ ഒരു തടി ചുമ കൊണ്ടുവച്ചു. പിന്നെ ഇത് നമ്മുടെ എന്താണ് പേര് മറന്നുപോയല്ലേ, കാന്താരിയുടെ കേട്ടോ. ഇത് കാന്താരി പിടിച്ചിങ്ങനെ കണ്ടോ ഗൈസ് നിങ്ങൾ, കാന്താരിയുടെയാണ്. പിന്നെ നമുക്കിവിടെ ഒരു കപ്പയ്ക്ക നിൽപ്പുണ്ട്. ഇതാണ് നമ്മുടെ കപ്പയ്ക്ക. ഇത്തിരി വലുതായ കപ്പയ്ക്കാണ്. പിന്നെ നമുക്ക് ഇതുപോലെ ഒരു കുരുമുളക് പടത്തുന്നുണ്ട് നമ്മൾ. പിന്നെ കുറച്ച് വഴുതനങ്ങ ഞാൻ ഇവിടെ നട്ടുകൊടുത്തു. അപ്പോൾ പിന്നെ നമ്മുടെ കറ്റാർ വാഴ ഞാൻ ഇവിടെ ഒരെണ്ണം കൊണ്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതെന്തോ കറ്റാർ വാഴയുടെ ഒരു പേപ്പർ ഓക്കെ, കറ്റാർ വാഴ വെച്ച് കൊടുത്തു. 2 കറ്റാർ വാഴ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ വഴുതനങ്ങ ഇവിടെ ഒരെണ്ണത്തിന് കൊണ്ടുവച്ച് കൊടുത്തു. പിന്നെ നിങ്ങൾക്കൊരു വെറൈറ്റി സാധനം കാണിച്ചിട്ട് കേട്ടോ. ഇതായിരുന്നു ഞാൻ നട്ട ഒരു കറിവേപ്പില കേട്ടോ. പക്ഷേ അത് പിടിച്ചില്ല. പകരം അതിൻ്റെ കുഞ്ഞൻ തൈകൾ ഇതായി ഇവിടെ വന്നിട്ടോ. എനിക്കത് സന്തോഷമുണ്ട്. പിന്നെ വേറൊരു വഴുതനങ്ങ നമ്മളിവിടെ വെച്ച് കൊടുത്തു. അതാണ് നിങ്ങളിപ്പോൾ കാണുന്നത് കറിവേപ്പില. വേറൊരു കറിവേപ്പില കൊണ്ടിരിക്കുന്നു. എല്ലാം ഞാൻ ചുരുക്കമായിട്ടാണ് വെച്ച് കൊടുത്തേക്കുന്നത്. പിന്നെ നമ്മളിവിടെയൊക്കെ തടിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ നമ്മുടെ വേറൊരു കപ്പയ്ക്ക് ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇവിടെ തടി വെച്ചിട്ടുണ്ട്. തടിയൊക്കെ പിടിച്ചിട്ട് നിങ്ങൾക്ക് കാണിക്കാം. പിന്നെ നമ്മുടെ കനാലിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വരുന്നുണ്ട് കേട്ടോ ഗൈസ്, ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പോയി കാണുക. നമ്മുടെ ഇതാണ് കനാൽ. നമ്മുടെ നേരെ കാണുന്ന കനാൽ ഇത്രയേ ഉള്ളൂ. പിന്നെ അവരെ വീടിന് നേരെ കാണുന്ന കനാൽ ഇത്ര. അങ്ങനെയാണ് ഹോം ടൂർ ഞാൻ കാണിക്കാം കേട്ടോ ഗൈസ്. നിങ്ങൾ തൽക്കാലത്തേക്ക് ഇങ്ങനെ കണ്ടാൽ മതി. ഞാൻ ഹോം ടൂർ പതിയെ കാണിക്കാം. ഓക്കെ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മുഴുവൻ വൃത്തിയാക്കി, ഫ്രണ്ട് വൃത്തിയാക്കി, ഗാർഡൻ വൃത്തിയാക്കി, എല്ലാം സൂപ്പറാക്കി വെച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. രാവിലെ തൊട്ട് ഉച്ച വരെ മുഴുവൻ വൃത്തിയാക്കലായിരുന്നു. നിങ്ങൾക്ക് എടുത്ത് കാണിക്കാൻ പറ്റിയില്ല എങ്കിലും പക്ഷേ നമുക്ക് ഓരോന്നായിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കാണിക്കാൻ പറ്റുള്ളൂ. ഞാൻ മാത്രം എടുക്കുന്നതുകൊണ്ടാണ്. വേറൊരാളും കൂടി എനിക്ക് എടുത്തു തരികയായിരുന്നെങ്കിൽ നന്നായിട്ട് എടുത്തു തരാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം. ചെറിയ പോരായ്മയൊക്കെ കാണും, അതൊക്കെ നിങ്ങളൊന്ന് മാറ്റി നിർത്തി എനിക്ക് എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഗൈസ്. രാവിലെ തൊട്ട് ഉച്ച വരെ എല്ലാ ജോലിയും ചെയ്തു. ഞാൻ പോയി ഫ്രഷ് ആവണം, കുളിക്കണം, എന്നിട്ട് ചോറ് കഴിക്കണം. ഇപ്പോഴത്തെ 1 മണി കഴിഞ്ഞത് ഒരു 8 മണി തൊട്ടാണ് തുടങ്ങിയത്. ഇപ്പോൾ 1 മണി വരെ ആയി. അപ്പോൾ എല്ലാം വൃത്തിയാക്കി സൂപ്പറാക്കി. ഇതൊക്കെ കിളിച്ച് വന്നിട്ട് എൻ്റെ പൂവൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ, സീ യു.